ഇന്ന് ഹിസ്റ്ററിയുടെ കണ്ടിന്യൂഷനാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇപ്പോൾ 1857 മുതൽ നമ്മളിങ്ങനെ പറഞ്ഞു വരുവാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന റൗലറ്റ് ആക്റ്റാണ്, റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവരുന്നൊരു ബ്ലാക്ക് ആക്ട്, കരി നിയമം എന്നാണ് ഗാന്ധിജി റൗലറ്റ് ആക്ടിനെ വിശേഷിപ്പിക്കുന്നത്. ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഉയർന്നു വരുന്നൊരു ദേശീയത അല്ലെങ്കിൽ ദേശീയ നേതാക്കളുടെ പ്രവർത്തനം ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്നൊരു നിയമമാണിത്. ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗലറ്റ് ആക്ട് പ്രകാരം അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും ഒരു കോടതിയിൽ ഉള്ള വിചാരണ കൂടാതെ തടവിലാക്കാനും, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ വാറൻറ്റ് കൂടാതെ റെയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഇൻസ്പെക്റ്റ് ചെയ്യാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്നൊരു നിയമമാണ്. ഇപ്പം ബ്രിട്ടീഷുകാർക്ക് ഒരാളെ ഒതുക്കണമെന്ന് തോന്നുകയാണ്, ഒരു നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്കെതിരായിട്ട് വരുവാണെങ്കിൽ അപ്പോഴേ ഈ റൗലറ്റ് നിയമപ്രകാരം അയാളെ ഒരു വിചാരണയെ കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ ബ്രിട്ടീഷിന് കിട്ടുവാണ്. അതാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്, റൗലറ്റ് ആക്ട്. ഇത് 1919 ഇത് നിലവിൽ വരുന്നത്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മാർച്ച് 18, 1919. ഇതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ്. ഗാന്ധിജി ആണ് മെയിൻ ഇതിനെ എതിർത്ത ഒരു നേതാവെന്ന് പറയുന്നത്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭം ഇന്ത്യ ഒട്ടാകെ ഇതിനെതിരെ ഉണ്ടാവുകയാണ്. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘം ജനങ്ങളെ ഹർത്താൽ ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ഏപ്രിൽ 6-ന് 1919 ഏപ്രിൽ 6-ന്. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ആ ഹർത്താൽ ആദ്യമായിട്ട് ആചരിക്കപ്പെട്ടത് അത് ഈ റൗലറ്റ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 6-ന്. അപ്പം അന്ന് ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യക്കാരോട് അവരവരുടെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനും ഉപവാസം അനുഷ്ഠിക്കാനൊക്കെ ആഹ്വാനം ചെയ്തു. അങ്ങനെ അതാണ് റൗലറ്റ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ റൗലറ്റ് സത്യാഗ്രഹം ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ വിജയകരമായിരുന്നെങ്കിലും ചില പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബ് പോലുള്ള പ്രദേശങ്ങളിൽ ഇത് അക്രമ സംഭവങ്ങൾക്ക് വഴിവെച്ചു. അങ്ങനെ ഇത് ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും അദ്ദേഹം ഈ ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഷേധം പെട്ടെന്ന് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ചില പോർഷൻസ് കണക്റ്റഡ് ആണ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ റൗലറ്റ് ആക്ട് പറഞ്ഞ് ഇനി അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ റൗലറ്റ് ആക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് റൗലറ്റ് ആക്റ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പുതുമയായിട്ട് തോന്നാവുന്നത്. അതായത് റൗലറ്റ് ആക്ട് പ്രകാരം ഈ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നീ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഈ പഞ്ചാബിലെ അമൃത്സറിൽ ആൾക്കാർ ഒത്തുകൂടുന്നത്. അവിടേക്കാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്, ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഡേറ്റാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു 1919 ഏപ്രിൽ 13. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത് അത് 3 വശവും കെട്ടിടങ്ങൾ ചുറ്റപ്പെട്ട ഒരു തുറസായ സ്ഥലമാണ്. അതിന് ഒറ്റ എക്സിറ്റേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സിറ്റ് ഈ ബ്രിട്ടീഷുകാർ തടയുകയും കൂടിയ പൊതു സമ്മേളനം നടത്തിയ ആൾക്കാർക്ക് നേരെ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെടിവെപ്പിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനറൽ റെജിനാൾഡ് ഡയറാണ് അതിന് നേതൃത്വം നൽകിയത്, ബ്രിട്ടീഷ് ഓഫീസർ. പിന്നെ ആ ഒരു വെടിവെപ്പിന് അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ മൈക്കിൾ ഒ ഡയറാണ്. തിരിഞ്ഞു പോകരുത്. മറ്റേത് ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയറും ഗവർണർ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറുമാണ്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് രാജ്യത്തിന് ഞെട്ടിക്കുന്നൊരു സംഭവമായിട്ട് മാറുന്നു. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്
ലഭിച്ച സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. പദവി അദ്ദേഹം തിരസ്കരിക്കുന്നു. പിന്നീട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് കൈസർ ഹി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡുവാണ്. ഇവർ രണ്ടുപേരും തങ്ങൾക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ബഹുമതി തിരിച്ചു നൽകുകയാണ്. പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സർ സി ശങ്കരൻ നായർ. അപ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ കൂട്ടക്കൊല കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനൊക്കെ നിയമിച്ചു. അതിൻ്റെ കമ്മീഷൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ഹണ്ടർ കമ്മീഷൻ എന്നാണ് പേര്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആ ഡേറ്റ് തന്നെയാണ് 1919 ഏപ്രിൽ 13. പിന്നെ പഞ്ചാബിലെ അമൃത്സർ. പിന്നെ ഇതുമായിട്ടുണ്ടാവാൻ ഇതിന് കാരണമായ ഒരു ആക്ട്, റൗലറ്റ് ആക്ട്, അത് പ്രകാരം അറസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും. അതിനെ പ്രതിഷേധിച്ച് ജനങ്ങൾ ഒത്തുകൂടുന്നു. അവിടെ ഈ വെടിവെപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതൊരു ആഗോള മൂവ്മെൻ്റാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള. അതിലൊരു ബ്രാഞ്ച്, അതിൽ ഇന്ത്യയിലും ഒരു ബ്രാഞ്ച് ഉണ്ടായി എന്നേ ഉള്ളൂ. അപ്പം ഖിലാഫത്ത് 1914 മുതൽ 1919 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. ഈ വേൾഡ് വാർ സമയത്ത് ബ്രിട്ടൻ തുർക്കിയെ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ തുർക്കി ഖലീഫമാരാണ് അവിടെ. തുർക്കിയുടെ സുൽത്താൻ ഖലീഫ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഖലീഫ എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ ആധ്യാത്മിക നേതാവാണ്. അപ്പം ഈ തുർക്കിയെ അപമാനിക്കുന്നത് ഈ മുസ്ലിങ്ങളെ മൊത്തത്തിൽ മതപരമായിട്ട് വ്രണപ്പെടുത്തുകയാണ്, അവിടെ മുറിയെടുപ്പിക്കുകയാണ് അവരെ. അപ്പം ഈ ആഗോള തലത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ തുടങ്ങുകയാണ്. തുടങ്ങുന്നത് അലി സഹോദരന്മാരാണ് നമ്മൾ പഠിക്കുന്നത്. അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. പക്ഷേ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി പ്ലസ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നും കൂടെ നമ്മൾ പഠിക്കും. പക്ഷേ പൊതുവെ അലി സഹോദരന്മാരെന്നാണ് ഉത്തരം പറയുന്നത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോട് ഗാന്ധിജി യോജിക്കുകയാണ്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുക വഴി മുസ്ലിങ്ങളുടെ സപ്പോർട്ടും ഗാന്ധിജി കിട്ടുവാണ്. ഇതൊക്കെ തന്നെയാണ് ഗാന്ധിജി ഒരു ദേശീയ തലത്തിൽ അനിഷേധ്യനായ ഒരു നേതാവായിട്ട് ഉയർത്തുന്നത്. കാരണം മുസ്ലിങ്ങളുടെ സപ്പോർട്ടും കിട്ടി ഗാന്ധിജിക്ക്. അങ്ങനെ ഗാന്ധിജി ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസും ഖിലാഫത്തും ഏകദേശം ഒരേ കണക്ക് പോകുന്നു. പിന്നീട് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് യോജിച്ച് അങ്ങ് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ ആൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഇവിടെ ഡൽഹിയിൽ 1919 നവംബർ 23 ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി ബോംബെയിൽ വെച്ച് നടന്ന, അത് മാർച്ച് 20, 1919 മാർച്ച് 20. ഈ ആൾ ഇന്ത്യ 1919 നവംബർ 23 നടന്ന ആൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിൽ അധ്യക്ഷൻ ഗാന്ധിജിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അറിയാമല്ലോ, ആദ്യം പറഞ്ഞ ഖലീഫയുടെ ആയിട്ട് ബന്ധപ്പെട്ട റീസണാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഉണ്ടാകാനുള്ള കാരണം. അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഒന്നെണ്ണം ഇന്ത്യയിലുണ്ടായി. അതിനെ ഗാന്ധിജി സപ്പോർട്ട് ചെയ്തു. പിന്നീട് പതുക്കെ ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റോട്ട് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വന്ന് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മൊണ്ടേഗു ചെങ്സ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. മൊണ്ടേഗു ചെങ്സ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിനു മുമ്പ് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് നമുക്ക് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഹിസ്റ്ററിയുടെ പോർഷൻ പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പല ആക്ടുകളും ഉണ്ട്. ഇത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഉണ്ട് കാര്യങ്ങൾ, എന്തൊക്കെ അതിനകത്ത് കൊണ്ടുവന്നിരുന്നത്, എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം നമ്മുടെ എക്സാം ബേസിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയാൽ മതി. അപ്പം ഈ മൊണ്ടേഗു ചെങ്സ്ഫോർഡ് ഭരണപരിഷ്കാരം, അപ്പോൾ ആ പേര് വന്നത് എങ്ങനെ? അപ്പോൾ അത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ചെങ്സ്ഫോർഡ്, പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗു, ഈ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ആക്ട്
കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് മൊണ്ടേഗോ ചെക്ക് പോസ്റ്റ് ഭരണപരിഷ്കാരം എന്ന പേര് വരുന്നത്. പിന്നെ ഇത് എന്തൊക്കെ കൊണ്ടുവന്നു? ഇത് പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നു. പിന്നെ ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം കൊണ്ടുവന്നു. പിന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരുടെ എണ്ണം 3 ഉയർത്തി. നേരത്തെ മിൻറ്റോ മോറിലും അത് പറഞ്ഞായിരുന്നു, കൗൺസിലോട്ട് എടുക്കുന്ന കാര്യം ഇന്ത്യക്കാരെ. അപ്പോൾ ഇതിനകത്ത് 3 ഇന്ത്യക്കാരെ എടുക്കാമെന്നാക്കി. പ്രവിശ്യകളിൽ ദ്വിഭരണം എന്ന് പറയുമ്പോഴത്തെ പ്രവിശ്യകളിൽ റിസർവ്ഡ്, ട്രാൻസ്ഫേർഡ് അങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. റിസർവ്ഡിൻ്റെ അടിയിൽ ധനകാര്യം, നിയമം, ക്രമസമാധാനം, ജലസേചനം, അതിൻ്റെ ഭരണം ഗവർണറും എക്സിക്യൂട്ടീവ് കൗൺസിലും. പിന്നെ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞൊരു വിഭാഗം, അവിടെ ഈ വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പ്രാദേശിക സ്വയംഭരണം, കൃഷി, അതിൻ്റെ ഭരണം ഗവർണറും മന്ത്രിമാരും. അങ്ങനെ ദ്വിഭരണം പ്രവിശ്യകളിൽ നടപ്പിലാക്കുന്നു. ദ്വിമണ്ഡല സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. ദ്വിമണ്ഡല സമ്പ്രദായം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഈ കേന്ദ്ര നിയമനിർമ്മാണ സഭ 2ആയിട്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും, ഏകദേശം നമ്മുടെ ലോക്സഭ, രാജ്യസഭ പോലെ അന്ന് ദ്വിമണ്ഡല സമ്പ്രദായം കൊണ്ടുവരുന്നു. നമുക്കിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. അതിനകത്ത് ഈ പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി, പിന്നെ ദ്വിമണ്ഡല സമ്പ്രദായം ഇന്ത്യയിൽ നിർദ്ദേശിച്ചു എന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി. പിന്നെ അത് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ 1920 എന്ന് ഓർക്കണം. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പറഞ്ഞല്ലോ, ഗാന്ധിജി എന്ന് പറയുന്നത് ആ സമയത്ത് 1920 സമയത്ത് വളരെ മുൻപന്തിയിൽ, ദേശീയ നേതാക്കളെ ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞു, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ സപ്പോർട്ടോടു കൂടി. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ വിജയകരമായിരിക്കും. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒന്നാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ ചോദ്യം ഇതാണ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ്? ഉത്തരം മഹാത്മാഗാന്ധി. അപ്പം ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്തുകൊണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് റൗലറ്റ് ആക്ടിന് എതിരെ തുടങ്ങിയതാണ്, അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ തുടങ്ങിയതാണ്. പിന്നെ അത് ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് മൊണ്ടേഗോ ചെക്ക് പോസ്റ്റ് ഭരണപരിഷ്കാരത്തിനെതിരെ തുടങ്ങിയതാണ്. കാരണം ഈ പരിഷ്കാരമൊന്നും ഗുണമില്ല, ചുമ്മാ പേരിനേ ഉള്ളൂ, അതൊന്നും അത്ര എഫക്റ്റീവ് ഒന്നുമല്ല. അത് ഇന്ത്യക്കാരെ കണ്ണിൽ പൊടിയിടാനാണ്. അപ്പോൾ അതിനെതിരെ തുടങ്ങിയവരെന്നാണ് പറയാം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും തുടങ്ങിയ ഒന്നാണെന്ന് പറയാം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അങ്ങനെ പല റീസൺ ഉണ്ട് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങാനായിട്ട്. പിന്നെ ഇന്ത്യക്കാർക്ക് സ്വയംഭരണം, സ്വരാജ് അനുവദിക്കുക, ആ ഒരു ആവശ്യവും ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ പല പല ആവശ്യങ്ങളുടെ ഒരു ആകത്തുകയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ നിസ്സഹകരണം എന്നുകൊണ്ട് ഗാന്ധിജി ലക്ഷ്യമാക്കിയത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തത്, അതിനകത്ത് ഉൾപ്പെട്ടിരുന്നത് ഇത് ഈ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് തരുന്ന പദവികളൊന്നും സ്വീകരിക്കാതിരിക്കുക. പിന്നെ പോലീസിൽ, സൈന്യത്തിൽ, മെയിനായിട്ട് പോലീസിൽ, സൈന്യത്തിൽ, പിന്നെ ഈ ഗവൺമെൻറ് ജോലികളിലൊക്കെ ഇരിക്കുന്ന ഇന്ത്യക്കാർ ജോലി ഉപേക്ഷിക്കുക. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളിൽ പഠിക്കുന്ന, വിദേശ സ്കൂളുകളിൽ പഠിക്കുന്ന, വിദേശ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ, സ്റ്റുഡൻസൊക്കെ പഠിപ്പ് മുടക്കുക. അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് അവർ പിൻവാങ്ങുക, അത് ഉപേക്ഷിക്കുക. പിന്നെ വിദേശ വസ്ത്രങ്ങൾ, ജനങ്ങളാണെങ്കിൽ വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, സ്വദേശിയായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അതിനകത്ത് ഉൾപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉലയുവാണ്. കാരണം അവരുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ചരട് പൊട്ടുവാണ്. കാരണം ആൾക്കാരുടെ സഹകരണം ഉണ്ടാകുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ വളരെ സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. അതുതന്നെയാണ് ഗാന്ധിജിയുടെ ലക്ഷ്യവും. അങ്ങനെ ബ്രിട്ടീഷുകാരെ സമ്മർദ്ദത്തിലാക്കി ഇവിടുന്ന് ആട്ടിപ്പായിക്കുക. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച പ്രഗത്ഭരായ അഭിഭാഷകരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും. ഇവർ വക്കീൽ ജോലി ഉപേക്ഷിച്ചു ഈ ഇങ്ങനൊരു ഗാന്ധിജിയുടെ ആഹ്വാനത്തെ തുടർന്ന്. അപ്പോൾ അതൊരു ചോദ്യമാണ്. ചിത്തരഞ്ജൻ ദാസ് എന്ന് പറഞ്ഞാൽ CR ദാസ്, പിന്നെ മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. ഈ ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു ഇവരൊക്കെ തുറന്ന് വരുന്ന പോർഷൻസിൽ അത്യാവശ്യമായ പേരുകളാണ് ഓർത്തിരിക്കുക. അങ്ങനെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ ശക്തിയായിട്ട്, എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി പെട്ടെന്ന് പിൻവലിക്കുകയാണ്. കാരണം ചൗരി ചൗരാ സംഭവം എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചൗരി ചൗരാ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു മൂവ്മെൻറ്റ് പിൻവലിക്കപ്പെടുന്നത്. ചൗരി ചൗരാ സംഭവം എന്ന് പറയുന്നത് 1922 ഫെബ്രുവരി 5
ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ജാഥ നടക്കുവാണ്. അപ്പം അതിൽ കുറച്ച് ക്ഷുഭിതരായിട്ടുള്ള കുറച്ച് സമര ആൾക്കാർ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അതിനകത്ത് പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ആ ജാഥയിലേക്ക് വെടിവെപ്പ് ഉണ്ടായെന്നുള്ള പേരിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കുകയും 22ഓളം പോലീസുകാർ മരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദുരന്ത സംഭവമാണ്. അങ്ങനെ ഇതൊരു അക്രമ സംഭവമല്ലേ? അപ്പോൾ ഗാന്ധിയുടെ സമരമുറ എന്ന് പറയുന്നത് അക്രമരാഹിത്യമാണ്, അഹിംസയാണ്. അപ്പോൾ തൻ്റെ ഒരു ആഹ്വാനം ഇതുപോലൊരു മാരകമായിട്ടുള്ളൊരു അക്രമ സംഭവത്തിന് കാരണമായി എന്നറിഞ്ഞ് ഗാന്ധിജി പിൻവലിക്കുകയാണ് ആ ഒരു മൂവ്മെൻറ്റിനെ. അപ്പം നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. അപ്പോൾ ചൗരി ചൗര സംഭവം നടന്ന ദിവസം 1922 ഫെബ്രുവരി 5. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും. പക്ഷേ ഇത് ഓർക്കണം, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം, അതായത് സ്പെഷ്യൽ സമ്മേളനമാണ്. INCയുടെ യൂഷ്വലായിട്ടുള്ള സമ്മേളനം എല്ലാ വർഷവും ഉണ്ട്. ഇത് സ്പെഷ്യൽ സമ്മേളനമാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ചർച്ച നടക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ സ്പെഷ്യൽ സമ്മേളനം. അപ്പം അതിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. പിന്നീട് ഇതിൻ്റെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് അനുമതി നൽകാനുള്ള പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 നാഗ്പൂർ സമ്മേളനം. അത് യൂഷ്വൽ സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ C വിജയരാഘവാചാര്യാണ്. അപ്പോൾ ഈ ഒരു പ്രമേയം, അത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അനുമതി നൽകുന്ന ആ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? CR ദാസാണ്, ചിത്തരഞ്ജൻ ദാസ്. ഓക്കെ, പിന്നെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു. ഇപ്പം ഇന്ത്യയുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം, ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പോർഷൻ കവർ ചെയ്ത്, ഇനി സ്വരാജ് പാർട്ടി, ഈ സൈമൺ കമ്മീഷൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. 23-27, 1928, അങ്ങനെ 1930 അതിലോട്ട് പോകുന്ന സംഭവങ്ങളാണ്. ഓക്കെ.